കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 10 പ്രതികളെ കൊച്ചി CBI കോടതി കുറ്റവിമുക്തരാക്കി. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയും 10-15 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായ രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ ഉൾപ്പെടെ 5 പ്രതികൾ CPM നേതാക്കളാണ്. അടുത്ത വെള്ളിയാഴ്ചയാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിൽ നിന്നും. ശ്രീകാന്ത്, വിധിയുടെ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ടോ? പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം, അത് ഗൂഢാലോചന തെളിഞ്ഞു, കൊലക്കുറ്റം ചുമത്തി, മറ്റു പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ കേസിൽ 6 വർഷങ്ങൾക്കിപ്പുറം ഇതിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 10 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകം, അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് അവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. 10-15 പ്രതികൾ 2 പേർ, അവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് ഈ ഗൂഢാലോചന കുറ്റമാണ്. അതിനാൽ തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് എന്തൊക്കെ വകുപ്പുകളും എന്തൊക്കെ ശിക്ഷയുമാണോ വരുന്നത്, അത് ഈ 10-15 പ്രതികൾക്കും കിട്ടുകയും ചെയ്യും. നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. അതായത് 1-ാം പ്രതി പീതാംബരന് വന്നിട്ടുള്ളത് കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. IPC 302, IPC 143, IPC 147, IPC 201, IPC 148, IPC 341, IPC 120B ക്രിമിനൽ ഗൂഢാലോചന, തടഞ്ഞു നിർത്തൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം, കലാപം സൃഷ്ടിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കൊലക്കുറ്റം തുടങ്ങിയവയാണ് പീതാംബരനെതിരെ ചുമത്തിയത്. അതേ കുറ്റം തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും, ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനാൽ 10-15 പ്രതികൾക്കും ഇതേ കുറ്റങ്ങൾ തന്നെ അവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. അവരതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇനി 14, അതോടൊപ്പം തന്നെ 20, 21, 22 പ്രതികൾ, അത് CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാണ്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുണ്ട്. അവർക്കെതിരെ 225 IPC ആണ് തെളിഞ്ഞിട്ടുള്ളത്. പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് തടയുക, അവരെ മോചിപ്പിക്കുക, രഹസ്യ സ്ഥലത്തേക്ക് മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അത് പ്രകാരം 6 മാസം മുതൽ 2 വർഷം വരെയാണ് സ്വാഭാവികമായും അതിന് തടവ് ശിക്ഷ വേണ്ടത്. അതിനാൽ തന്നെ ഈ പറഞ്ഞ പ്രതികൾക്ക് ശിക്ഷ വിധിക്കും വരെ, അതായത് ജനുവരി 3 വരെ അവർക്ക് ജാമ്യത്തിൽ തുടരാം. അതിലൊരു കാര്യം കൂടിയുണ്ട് വിജയകുമാർ, ഈ 14 പേർ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ ആത്യന്തികമായ ഒരു ശിക്ഷ കിട്ടാൻ സാധ്യത ഞാൻ ഈ പറഞ്ഞ പോലെ 1 മുതൽ 8 വരെയും 10-15 പ്രതികൾക്കാണ്. ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായി അപ്പോൾ തന്നെ അപ്പീൽ പോകാം. ജാമ്യത്തിൽ തുടർന്നുകൊണ്ട് അപ്പീൽ നൽകി മേൽക്കോടതിയിൽ നിന്നും വിടുതൽ നേടുകയോ അല്ലെങ്കിൽ തീർപ്പറിയുകയോ ചെയ്യാം. അതിനാൽ തന്നെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെങ്കിലും ഇനി ശിക്ഷ വിധിച്ചാലും അക്ഷരാർത്ഥത്തിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ജയിലിൽ കിടക്കേണ്ടി വരാനുള്ള സാധ്യത തീർത്തും തുലോം തുച്ഛമാണ്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതികരണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അവരുടെ പരമാവധി ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. CBI 10 പേർക്കെതിരെ അഡീഷണലായി കുറ്റം ചുമത്തിയിരുന്നു, അവരെ പ്രതികളാക്കിയിരുന്നു. അതിൽ 4 പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ CK ശ്രീധരൻ ഇറങ്ങി വന്നിരുന്നു, പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. ഗൂഢാലോചന എന്ന വാദം പൊള്ളയായ വാദമാണ്, അത് പൊളിഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതായത് പ്രതിഭാഗത്തിന് ആശ്വസിക്കാവുന്ന പല കാര്യങ്ങളും ഈ കേസിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിന് കോൺഗ്രസും ആ കുടുംബവും കൂടിയാലോചിച്ച് അപ്പീൽ പോകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്രയും കാലം നീണ്ടുനിന്ന 6 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണ ഏറ്റവും ഒടുവിൽ 14 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി, 10 പേരെ വെറുതെ വിട്ടു. ജനുവരി 3-ന് ശിക്ഷ വിധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതികളിൽ ചില ആളുകൾ നടത്തിയ പ്രതികരണങ്ങളാണ് വിജയകുമാർ. അത്യന്തം നാടകീയം, വിചിത്രം എന്നൊക്കെ പറയാം. 15-ാം പ്രതി സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കൂ, താൻ ഈ കേസിൽ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടില്ല, തന്നെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെടാതെ തന്നെ പ്രതിയാക്കിയതാണ്, അതിനാൽ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഒരു പ്രതി പറയുന്നു പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചതാണെന്ന്, വേറൊരു പ്രതി പറയുന്നു 6 വർഷമായി വീട്ടുകാരെ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ അവർക്ക് ശിക്ഷയുടെ കാഠിന്യം കുറയാൻ തക്കതായ വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്ന്. ശിക്ഷ നൽകണമെന്ന് ജനുവരി 3-ന് അറിയാം. ഈ നരാധമന്മാർക്ക്, ഇത്തരം പ്രവൃത്തി ചെയ്തവർക്ക് എന്ത് ശിക്ഷയാണ്, 2 ചെറുപ്പക്കാരെ കൊത്തിയെരിഞ്ഞു വീഴ്ത്തിയവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നതെന്ന്.